13 വയസ്സുകാരനായ മുആദ് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. എന്താ മറുപടി? നബിയെ, അങ്ങക്ക് എന്നോട് ഇഷ്ടമാണ്, എനിക്ക് അങ്ങയോട് ഇഷ്ടമാണ്. എന്റെ അള്ളാഹ് എന്നോട് ഇഷ്ടം തോന്നാൻ ഞാൻ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി ഉറക്കപ്പറ ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, മുആദേ, ഏകനായ അല്ലാഹുവിനെ നിന്നോട് ഇഷ്ടം തോന്നണമെങ്കിൽ ഞാൻ നിനക്കൊരു ദുആ പഠിപ്പിച്ചു തരാം. 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം നീ ആ ദുആ പതിവായി പറയണേ. ഏതാ ദുആ? ഏതാ? 13 വയസ്സുള്ള കൗമാരത്തിന്റെ പ്രായത്തിലൂടെ നടന്നു പോകുന്ന 13 വയസ്സെന്ന് പറഞ്ഞാൽ ടീനേജ് തുടങ്ങുന്ന പ്രായമാണ്. 12 കഴിഞ്ഞാൽ 13 തുടങ്ങുന്ന ടീനേജ് തുടങ്ങുക. ആ സമയത്താണ് മക്കൾ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ളത്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ കൃത്യമായ ദുആ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ മക്കൾ 13-ലെത്തിയാൽ ഈ ദുആ മറക്കാതെ പഠിപ്പിച്ചു കൊടുക്കണേ. യാ റസൂലല്ലാഹ്, മുആദേ പറയണേ, അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക വ തൗഫീഖ തഅതിക വ ഈമാനിക യാ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക, എപ്പോഴും അല്ലാഹുവേ നിന്റെ സ്മരണയ്ക്ക് വേണ്ടി എന്നെ നീ സഹായിക്കണേ അല്ലാഹ്. ഏത് സമയത്തും എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നെ കുറിച്ചുള്ള ദിക്റുണ്ടാവാ നീ എന്നെ സഹായിക്കണേ അല്ലാഹ്. വ തൗഫീഖ തഅതിക, ഏത് സമയത്തും നിനക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ നീ എനിക്ക് സൗഭാഗ്യം നൽകണേ അല്ലാഹ്. വ ഈമാനിക യാ അല്ലാഹ്, മരണം വരെ നിന്നോടുള്ള ഈമാൻ എന്റെ മനസ്സിൽ പിടിച്ചു നിർത്താൻ ഈ ഒരു ദുആ വെച്ചിട്ട് എന്റെ മാതാപിതാക്കളോട് ഞാൻ സംസാരിക്കട്ടെ. 13 വയസ്സെന്ന് പറയുന്ന വഴിതെറ്റാൻ തുടങ്ങുന്ന പ്രായത്തിൽ ഈ ദുആ പഠിപ്പിച്ചു കൊടുത്ത, ഏത് സമയത്തും പടച്ചറപ്പിനെ കുറിച്ചുള്ള ഈമാൻ ഹൃദയത്തിൽ ഉറപ്പിച്ചു വെക്കുന്ന, അല്ലാഹുവിന്റെ ഇബാദത്തിലേക്ക് മാറിപ്പോകുന്ന ഒരു മകനെ സൃഷ്ടിക്കാൻ പഠിപ്പിച്ചു കൊടുത്തരേരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് 13-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമുള്ള, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴി തേടുന്ന ഒരു മോനെ അല്ലാഹു സഹാബത്തിന്റെ വീടുകളിൽ ഉൽപ്പാദിപ്പിച്ചത് എങ്ങനെയാ? അത് സഹാബത്തിന്റെ വീടുകൾ എങ്ങനെയായിരുന്നു? പ്രിയപ്പെട്ട സഹോദരിമാരോട്, നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ പലതുമൊക്കെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. നമ്മുടെ ഷോക്കേസുകളിൽ എന്തൊക്കെ നമുക്ക് അവാർഡുകൾ കിട്ടിയിട്ടുണ്ടോ അത് ഞാനടക്കം നമ്മുടെ ഷോക്കേസുകളിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട്. നമ്മുടെ വിലപ്പെട്ട സമ്പത്തുകൾ വീടിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട്. പക്ഷേ നമ്മുടെ വീട് സഹാബത്തിന്റെ വീടും തമ്മിലുള്ള വ്യത്യാസം ഏതെന്നറിയോ? സഹാബത്തിന്റെ വീട്ടിൽ അവര് സൂക്ഷിച്ചു വെച്ചത് എന്തെന്നറിയോ? ഖുർആൻ വീടിനെ കുറിച്ച് 3-ാമത് പറയാ, ഓ വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നത് വല്ലദീന തബവ്വഉ الدار والإيمان, അവരുടെ വീടിന്റെ ഉള്ളിൽ അവർ ഈമാനിനെ സൂക്ഷിച്ചു വെച്ചവരാ. അവരുടെ വീടിന്റെ ചുവരുകളിൽ ഈമാനാണ്, അവരുടെ വീടിന്റെ റൂമുകൾക്കുള്ളിൽ ഈമാൻ തളം കെട്ടി നിൽക്കുകയാ. അതുകൊണ്ട് അവരുടെ വീടുകളിലുള്ളിൽ 13 വയസ്സുകാരൻ വഴിതെറ്റിപ്പോയിട്ടില്ല. അവന് കാമത്തിന്റെ ചിന്തകൾ വന്നിട്ടില്ല. അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പടച്ചിറപ്പിനോടുള്ള സ്നേഹമാണ്. അന്നത്തെ മക്കളാ വീടിന്റെ ഉള്ളിൽ, ആ മക്കളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണ്. മഹാനായ അനസ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഞാൻ കൊച്ചുകുട്ടിയാ, എനിക്ക് ഏതാണ്ട് 12-13 വയസ്സ് പ്രായമാണ്. ഞാൻ എൻ്റെ ഉപ്പാന്റെ കൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ പോയപ്പോ ഇങ്ങനെ ആവണം ഉപ്പമാരെ, നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് മക്കളെ നമ്മൾ പള്ളിയിൽ കൊണ്ടുപോകണം. മസ്ജിദുൻ നബവിയിൽ ഞാൻ പോയി അന്ന് ഉപ്പാന്റെ കൂടെ പോയി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇരുന്ന് പ്രസംഗം തുടങ്ങി. നിസ്കാരം കഴിഞ്ഞപ്പോ ഉപ്പാന്റെ ചാരത്തിനിക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല. ഉപ്പ ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ പോയിരുന്നു. കുട്ടിയായത് കൊണ്ട് ഞാൻ മാറിയിരുന്നു.
അദ്ദേഹം പറയാ, അനസ് റളിയല്ലാഹു തആല പറയാ, ഞാൻ അവിടെ ഇരുന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ വാദ കേട്ടപ്പോ ഞാൻ നോക്കിയപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറ്റിന്റെ ഭാഗത്ത് പ്രവാചകൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് തിരിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കുപ്പായത്തിന്റെ ഭാഗം മെല്ലെ ഒന്ന് മാറിയപ്പോ ഞാൻ നബി തങ്ങളുടെ വയറ്റിലൊരു കല്ല് കെട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. ഖന്തക്കിന് മാത്രമല്ല കല്ല് കെട്ടി വെച്ചത്, വാദ് പറയുമ്പോ വിശപ്പ് കാരണത്താൽ കല്ല് കെട്ടി വെച്ചിരിക്കുകയാ. എനിക്കെന്താന്ന് മനസ്സിലായില്ല, എന്തിനാണ് ഒരാൾ വയറ്റില് കല്ല് കെട്ടി വെച്ചിരിക്കുന്നത്? അടുത്ത് നിൽക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് തോണ്ടിയിട്ട് ഞാൻ ചോദിച്ചു, മാമാ എന്താണ് ഹബീബായ നബി തങ്ങളുടെ വയറ്റിൽ ഈ കല്ലെന്ന് ചോദിച്ചപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്നോട് പറഞ്ഞു തന്നു, മോനെ അൽജൂ, അല്ലാഹുവിന്റെ റസൂൽ പട്ടിണിയാണ്, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ആ പട്ടിണിയെ മറികടക്കാനാണ് വയറ്റില് കല്ല് വെച്ച് കെട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ അനസ് റളിയല്ലാഹു തആല പറയാ, 13 വയസ്സുകാരന്റെ ഓർമ്മക്കുറിപ്പാണ് എന്റെ ഹബീബായ നബി തങ്ങളുടെ വയറ് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് എന്റെ വീട്ടിലേക്ക് ഓടി ചെന്നിട്ട് എന്റെ ഉമ്മാന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉമ്മാ, ഹബീബായ നബി തങ്ങളുടെ വയറ് പട്ടിണി കൊണ്ട് കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാ, എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല ഉമ്മ. അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കാൻ ഒരു കാരക്കെങ്കിലും എന്റെ കയ്യിൽ തരുമോ? ഉമ്മ അനസ് പറയാണ്, എന്റെ ഉമ്മ അടുക്കള മുഴുവനും പരത് അവസാനം പറഞ്ഞു, മോനെ, 2 കാരക്കയല്ലാതെ വീട്ടിലിരിക്കുന്നില്ല, അത് നീയും വാപ്പയും പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോ നിങ്ങൾക്ക് തരാൻ വെച്ചതാണ്. വേണ്ട ഉമ്മ, ആ കാരക്ക എനിക്ക് വേണ്ട, അല്ലാഹുവിന്റെ റസൂലിന് ഇത് കൊടുക്കണമെന്ന് പറഞ്ഞ് ആ 2 കാരക്കയും പിടിച്ചുകൊണ്ട് ഞാൻ ഓടി ചെന്നിട്ട് ആ 2 കാരക്ക ഹബീബായ നബി തങ്ങളുടെ കയ്യിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒരു വാല് കേട്ടുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പട്ടിണി കണ്ടിട്ട് വീട്ടിലേക്ക് ഓടിച്ചെന്ന് തന്റെ വിശപ്പടക്കാനുള്ള ഭക്ഷണം എടുത്ത് ഹബീബായ നബി തങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ മാത്രത്തില് 13 വയസ്സുകാരന്റെ ഹൃദയത്തിന് പരിവർത്തനം കൊടുത്ത സർവകലാശാല എവിടെയാണ്? അത് മറ്റൊടുത്തല്ല, വല്ലദീന തബവ്വഉദ്ദാർ വൽഈമാന, തങ്ങളുടെ വീടുകളിൽ ഈമാനിനെ കരുതലായി സൂക്ഷിച്ചു വെച്ച അസ്ഹാബുൻ നബിയിൽ മുസ്തഫ, അസ്ഹാബുൻ നബിയിൽ അസ്ഹാബുൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഈ കാട്ടാളന്മാരുടെ ലോകത്ത്, അസുരന്മാരുടെ ലോകത്ത് നമ്മുടെ പെൺമക്കളെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിട്ട് തിരിച്ചു വരുന്നത് വരെ നെഞ്ചിൽ തീയുമായിരിക്കുന്നൊരു ലോകത്ത് എവിടെയാണ് നമ്മുടെ മക്കളെ നഷ്ടപ്പെടാത്തതെന്നത് നഷ്ടപ്പെടുന്നതെന്നോത് വ്യാകുല ചിത്തരായി വീട്ടിൽ വഴിക്കണ്ണിറിഞ്ഞ് കാത്തിരിക്കവേ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട്, നമ്മുടെ മക്കളെ അലാ തജ്അലൂ ബുയൂതകും മഖാബിറ, നമ്മുടെ വീടുകളെ ശ്മശാനം പോലെ ആക്കരുത്. സീരിയലുകള്, സിനിമകളുമായി, അശ്ലീലങ്ങളുമായി നമ്മുടെ വീടുകളെ മാറ്റരുത്. നമ്മുടെ മക്കൾ വഴിതെറ്റി പോകും. എന്തിനാണ് ഉമ്മ നീ നിന്റെ മക്കളെ വളർത്തുന്നത്? എന്തിനാണ് ഉപ്പ നീ നിന്റെ മക്കളെ വളർത്തുന്നത്? ആ മക്കളെ നല്ല വഴിയിലോട്ട് കൊണ്ടുപോകണ്ടേ? അവസാനം ആ മക്കള് നമുക്ക് പ്രയോജനം ചെയ്യുന്ന മക്കളാവണ്ടേ? എങ്ങനെയാ മക്കള് പ്രയോജനം ചെയ്യേണ്ടത്? അവനൊരു ഡോക്ടറാക്കിയിട്ട് അവന്റെ നെഞ്ചത്ത് സ്റ്റെതസ്കോപ്പും വെച്ച് നടക്കുന്നത് കാണാനല്ല, അവനൊരു എഞ്ചിനീയർ ആവുന്നത് കാണാനല്ല, അവനൊരു ഹാഫിളായി കാണാ. എന്തിനാ നമ്മൾ മക്കളെ വളർത്തുന്നത്? ആ മക്കള് നമുക്ക് ജീവിതത്തിൽ ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവസാനം മരിക്കുന്ന നേരത്ത് മരണാസന്നനായി കിടക്കുമ്പോ ചാരത്തേക്ക് വന്നിട്ട് നമ്മുടെ പൊന്നുമക്കള് നമ്മുടെ കാതിൽ വന്നിട്ട് ഉപ്പ ഉമ്മ അവസാനത്തെ വാക്ക് പറഞ്ഞു, അലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനത്തെ വാദകം പൊന്നുമക്കള് നമ്മുടെ ചെവിയുടെ ചാരത്ത് വന്നിരുന്ന് പറഞ്ഞു തന്നിട്ട് മരിക്കുന്നതിന് മുമ്പ് ആ മക്കളുടെ കയ്യിൽ നിന്നൊരു തുള്ളി വെള്ളം നമ്മുടെ ചുണ്ടിന് നനച്ചു കുടിച്ചിട്ട് അവരോട് സലാം പറഞ്ഞ് അവസാനത്തെ ശ്വാസം വലിച്ച് വീടിന്റെ ഉമ്മറപ്പടി
തലമുടിയിൽ 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് കിടക്കുമ്പോ ആ മക്കള് നമ്മുടെ ചാരത്ത് വന്നിരുന്ന് ഖുർആൻ മുഴുവനും പാരായണം ചെയ്ത് എല്ലാവരും വന്ന് മുഖത്ത് കിടക്കുന്ന മുണ്ടു മാറ്റിയിട്ട് അല്ലാഹു പറഞ്ഞിട്ട് മൂക്കത്ത് വിരൽ വെക്കുമ്പോ ആ സമയത്ത് നമ്മുടെ മയ്യത്തെടുക്കുന്നത് വരെ കബറിലോ കെടുക്കുന്നത് വരെ ചാരത്ത് വന്നിരുന്ന് ഖുർആൻ പാരായണം ചെയ്ത് അവസാനം പള്ളിക്കാട്ടിലേക്ക് പോകാം മയ്യത്ത് കെട്ടിൽ വന്ന് കാണേണ്ടവരെല്ലാം കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഒടുക്കത്തെ അവസാനത്തെ കാണലും കിടന്ന് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകാൻ മയ്യത്ത് കെട്ടിലേക്ക് ചാരിയെടുത്ത് വെക്കുമ്പോ അടക്കമില്ലാതെ അനക്കപ്പെട്ട് നമ്മൾ കിടക്കുന്ന നേരത്ത് കാണാതെ പഠിച്ച ഖുർആൻ ഉറക്കവോര് നമ്മുടെ മയ്യത്ത് കെട്ടിലെ ചുമലിലേക്ക് എടുത്തു വെച്ച് കാണാതെ പഠിച്ച ഖുർആന്റെ ആയത്തുകൾ ഈ മഞ്ഞപ്പെട്ടി പള്ളിയിലേക്ക് വരുന്നത് വരെ ഉറക്കവോരെയുണ്ട്. അവസാനം പള്ളിയുടെ മുമ്പിൽ കൊണ്ടുപോയി നമ്മുടെ മയ്യത്ത് വെച്ച് ആളുകൾ മയ്യത്ത് നിസ്കാരത്തിന് തയ്യാറെടുക്കവേ പള്ളിയിൽ പോയി ഒതു എടുത്തുകൊണ്ട് ഓടി മുമ്പിലേക്ക് വന്ന് പള്ളിയിലെ ഇമാമിനോട് എന്റെ ഉമ്മയാണ് ഈ കിടക്കുന്നത്, എന്റെ ഉപ്പയാണ് കിടക്കുന്നത്, ഞാൻ മയ്യത്ത് നിസ്കരിച്ചോളാമെന്ന് പറഞ്ഞ് ഉമ്മാന്റെ ഉപ്പാന്റെ നമ്മുടെ മയ്യത്ത് നമ്മളിങ്ങനെ പള്ളി പുട്ടത്തിങ്ങനെ നീണ്ടു കിടക്കുമ്പോ പുറകിൽ വന്ന് കൈകെട്ടിയിട്ട് അല്ലാഹുവേ ഇതെന്നെ കട്ടപ്പെട്ട് വളർത്തിയ എന്റെ ഉപ്പയാണ്, ഇതെന്നെ ഹാഫിളാവാൻ ദുആ ചെയ്ത എന്റെ ഉമ്മയാണ്, എനിക്ക് വരെ മറക്കാൻ കഴിയില്ല അല്ലാഹ് പറഞ്ഞ് കൈകെട്ടിയിട്ട് അല്ലാഹുമ്മ ഗഫിർ ലഹാ. കൊതിയില്ലേ പെങ്ങളെ ഉമ്മാന്റെ മയ്യത്തിന്റെ പുറകിൽ നിന്ന് അല്ലാഹുമ്മ ഗഫിർ ലഹാ വറഹംഹാ വഅഫിഹാ വഅഫു അൻഹാ. എന്റെ കൺമുമ്പിലുണ്ടായിരുന്ന ഉമ്മയെ നിന്റെ മണ്ണിന്റെ അടിയിലേക്ക് ഞാൻ തരികയാണ് റബ്ബേ. അല്ലാഹുമ്മ ഗഫിർ ലഹാ, എന്റെ ഉമ്മക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ, എന്റെ ഉപ്പക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. വഅഫിഹാ വഅഫു അൻഹാ, അവരുടെ എല്ലാത്തിനും നീ മാപ്പ് കൊടുക്കണേ അല്ലാ. എന്റെ ഉപ്പയ്ക്ക് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, എന്റെ വീടിനേക്കാൾ ഇവിടെ കഴിഞ്ഞ വീടിനേക്കാൾ നല്ല വീട് നീ പരലോകത്ത് കൊടുക്കണയല്ല എന്ന് നമുക്ക് വേണ്ടി ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ പൊട്ടിക്കരഞ്ഞ് നിസ്കരിച്ചുണ്ട് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി 6 അടി മണ്ണിലേക്ക് ഇറക്കി വിട്ടിട്ട് മണ്ണുമിട്ട് മൂടി എല്ലാവരും അടയാളത്തിനൊരു മീസാൻ കല്ലും വെച്ചിട്ട് മൈലാഞ്ചി ചെടി അടയാളം വെച്ചിട്ട് സർവരും പള്ളിക്കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോകുമ്പോ ആ സമയത്ത് ഇന്നാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ. കബറടക്കി പിടിമണ്ണ് വാരിയിട്ടിട്ട് എല്ലാവരും പോകുമ്പോ എന്റെ ഉപ്പ എനിക്ക് മറക്കാൻ കഴിയില്ല, എന്റെ ഉമ്മ എനിക്ക് മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കബറിന്റെ ചാരത്തിരുന്ന് ഖുർആനോട് എല്ലാ ദിവസവും പള്ളിക്കാട്ടിൽ കിടക്കുന്ന നമ്മുടെ ചാരത്ത് വന്ന് ഒരു യാസീനോദി ദുആ ചെയ്യാ. ഒരു മക്കള് നിനക്ക് വേണമെന്ന് ആഗ്രഹമാണോ? നൊന്ത് പ്രസവിച്ച മക്കളെ കുറിച്ചിട്ടുള്ള സ്വപ്നമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് MBBS അഡ്മിഷൻ അല്ല കഷ്ടപ്പെടേണ്ടത്, നിന്റെ വീടിന്റെ ഉള്ളിൽ ആ രീതിയിലൊരു മകനെ തർബിയത്ത് വളർത്തിയെടുക്കാൻ അവനോട് ഖുർആനോദാൻ പ്രേരിപ്പിക്കാൻ. സുബഹി കഴിഞ്ഞ് യാസീനോദന മക്കളെ, മഗ്രിബ് കഴിഞ്ഞ് വാക്യോദന മക്കളെ എന്ന് പറയുക മാത്രമല്ല അവരുടെ മുമ്പിലിരുന്ന് പെങ്ങളെ നീ ഖുർആനോദി സ്വലാത്ത് ചൊല്ലി പെൺമക്കളുടെ റോൾ മോഡൽ ഉമ്മയാവണം, ആൺമക്കളുടെ റോൾ മോഡൽ ഉപ്പയാവണം. അങ്ങനെ നിന്റെ മക്കളെ നിന്റെ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ വളർത്തുമ്പോഴാണ് ഫാത്തിമ പിറക്കുന്നത്, ഇസ്മായിൽ പിറക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വീടുകളെ ലാ തജലൂ ബുയൂതകും മഖാബിറാ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനത്തെ പോലെ നിശബ്ദമാക്കരുതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് ഇതിന് ഏറ്റവും പ്രധാനമല്ല, അവനവന്റെ വീട്ടിൽ സന്തോഷവും സമാധാനം ഉണ്ടാകണമെങ്കിൽ കുറെ കാര്യങ്ങൾ ചെയ്യണം. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നമ്മൾ ചെയ്യുമോ? ഉറപ്പാണല്ലോ. ഇപ്പൊ നമ്മുടെ പ്രസംഗത്തിന്റെ ഒരു പാർട്ട് കഴിഞ്ഞു, വാത് പറഞ്ഞ അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണവും കുറച്ച് ഉപകാരമൊക്കെ ഉണ്ടാവണം. വാത് കഴിഞ്ഞ് ഇറങ്ങിപ്പോയ വെറുതെ ഒരു ശബ്ദ കോലാഹലമല്ല, അത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
കുറവാ. ആ ഭിത്തിയുടെ പുറകിൽ നിന്ന് അങ്ങേ വിളിച്ച ആളുകളില്ല നബിയെ. അള്ളാന്റെ റസൂലും ആയിഷ ബീവി കിടന്നുറങ്ങിയ റൂം ഖുർആനിലെ ഒരു പരാമർശ വിഷയമായി മാറി. ഒരു സൂറത്തിന് പേര് തന്നെ റൂം എന്നാണ്, വീടെന്നല്ല, റൂം. സൂറത്തുൽ ഹുജറാത്ത്. 10 മടം നീളവും 8 മടം വീതിയും, ആകാശത്ത് മഴ പെയ്താൽ തിമിർത്തു പെയ്യുന്ന മഴത്തുള്ളികൾ, ഗൃഹനാഥന്റെ താടിയിലൂടെ ഒടിഞ്ഞടങ്ങുന്ന ആ കൊച്ചു റൂം ഖുർആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശമായി മാറി. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് ഹിജ്റയ്ക്ക് ശേഷമാണ്. അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഹിജ്റയുടെ 1-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വീട് പണിതു, ഒരു റൂം മാത്രം. അതിനോട് ചേർന്ന് 2-ാമത്തെ വർഷമാണ് ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് വേണ്ടി റൂം പണിയുന്നത്. അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായി കാക്ക കൂടുണ്ടാക്കുന്നത് പോലെയാണ് റസൂലുള്ളാഹി. ആയിഷ ബീബി പറയാൻ, ഭാര്യ പറയാൻ, എന്റെ ശരീരത്തിൽ കുറച്ച് ഇറച്ചിയൊക്കെ കൂടി വണ്ണം വെച്ചപ്പോ എന്റെ ഭർത്താവിനോട് പറഞ്ഞു, ആയിഷ നമുക്കൊന്ന് ഓടിയാലോ. നേരത്തെ പോലെയല്ല ആയിഷ ബീവിക്ക്. അവൻ അവിടെ എന്താടാ പണി, നിങ്ങൾക്കപ്പ അവിടെ റോളില്ല, നിങ്ങൾ മെല്ലെ അത് കൊടുക്കണം. ആ വീടുകളിൽ ദാരിദ്ര്യമായിരുന്നു. നിങ്ങൾക്കറിയാം വീടിന്റെ അവസ്ഥ. ഇന്ന് എന്ത് പറ്റിപ്പോയി സഹോദരങ്ങളെ? നമുക്ക് കടിക്കാൻ നന്നായി അള്ളാഹു നമ്മുടെ സന്തോഷങ്ങളെ നിലനിർത്തി തരുമാറാക. എന്ത് തിരക്കുണ്ടെങ്കിലും ഭാര്യയുടെ കൂടെ കൊണ്ടു. പേരുണ്ട് ഞാനില്ല, ഒന്നും പറ്റൂല കുട്ടിയെ, കുഴപ്പമൊന്നും. ഇനി ഭർത്താവിന് ഭയങ്കര തിരക്കാണ്, അയാൾ വീട്ടിൽ ഒരു ദിവസം ഉണ്ട്. എന്നാൽ ഈ നല്ല ഭാര്യയാണ് എന്ത് ചെയ്യണമെന്നറിയോ? ഭർത്താവ് പറയും, നമുക്ക് ഇന്ന് വെളിയിൽ കുറച്ചേരേക്ക്. അത് വേണ്ട, നിങ്ങൾ എന്തൊരു ദിവസം വീട്ടിൽ വന്നാലേ നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്, നിങ്ങൾ നേരത്തെ കിടന്ന് ഉറങ്ങിക്കോളി എന്ന് പറഞ്ഞിട്ട് ആ ഭർത്താവിൻ്റെ അടുത്ത് തിരിച്ചൊരു ഭാര്യ പറയുമ്പോൾ ആ ഭർത്താവ് ഉറക്കും, പടച്ചോനെ എന്തോ ഒരു സ്നേഹമാണ് അവർക്ക് എന്നോട് എന്നാ ഭർത്താവിനും തോന്നും. അപ്പൊ ഭാര്യമാരെന്ത് ചെയ്യണം? അവിടെ വന്ന് ഇരുന്നേ മതിയാവൂന്ന് വാശി പിടിക്കരുത്. നിങ്ങൾക്ക് വയ്യല്ലോ, നിങ്ങൾ ഇത്രയും വലിയ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്നതല്ലേ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നൊരു ദിവസം വീട്ടിൽ വരുമ്പോൾ നമുക്ക് അവിടെ വന്നിരുന്ന സമയങ്ങൾ നിങ്ങൾ നേരത്തെ കിടന്ന് ഉറങ്ങിക്കോളി, നിങ്ങൾ എന്നും രാത്രി വാതൊക്കെ പറഞ്ഞ് രാത്രി ഉറക്കമില്ലാത്ത ആളല്ലേ എന്ന് ഭാര്യ പറയുമ്പോൾ 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷമായി. ഞാൻ ഇത് പറയാൻ കാരണം എൻ്റെ ഭാര്യ അത് കേൾക്കണമുണ്ടാകും. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ്. എന്നാൽ ആ വീടുകളിലെ അവസ്ഥയേരാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 മടം നീളമുള്ള 8 മടം വീതിയുള്ള ആകാശത്ത് മഴ പെയ്താൽ തിമിർത്തുലിയുന്ന ചെറ്റപ്പുരക്കുള്ളിൽ സ്നേഹത്തിന്റെ ധാരകൾ തീർത്ത അല്ലാഹുവിന്റെ റസൂലും ഭാര്യമാരുടെ ഈ ജീവിതത്തിന്റെ അവസ്ഥയേതാ. ഒരു ദിവസം ഹബീബായ നബി തങ്ങൾ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ സഫിയ റളിയല്ലാഹു തആല അൻഹ ഒരു നേരത്തെ ഭക്ഷണത്തിന് വീട്ടിലില്ലാതെ വന്നപ്പോ അറബി പെണ്ണുങ്ങളുടെ കുപ്പായം തുന്നി കൊടുക്കുകയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വക കണ്ടെത്താൻ മഹതിയായ സഫിയ റളിയല്ലാഹു തആല വീടിന്റെ മുറ്റത്തിരുന്നിട്ട് അറബി പെണ്ണുങ്ങളുടെ കുപ്പായം തുന്നി കൊടുക്കുകയാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് കടന്നു വരുമ്പോ പ്രിയപ്പെട്ട ഭാര്യ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അറബി പെണ്ണുങ്ങളുടെ കുപ്പായം തുന്നുന്നത് കാണവേ ഹബീബായ നബി തങ്ങളുടെ നെഞ്ചു പൊട്ടിപ്പോയി. സഫിയ റളിയല്ലാഹു അൻഹയോട് വിളിച്ചു, സഫിയ എന്താണ് നബിയെ? ഓ സഫിയ, ഈ കാണുന്ന ഉഹദ് പർവ്വതം നീ കണ്ടോ? സഫിയ കണ്ടു നബിയെ. ആ കാണുന്ന ഉഹദ് പർവ്വതം ഈ സ്വർണ്ണമലയാക്കി തരാമെന്ന് അള്ളാന്റെ മലക്കുകൾ എന്നോട് പറഞ്ഞതാണ് സഫിയ. ഞാൻ അള്ളാനോട് പറഞ്ഞു എനിക്കത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. സഫിയ വേണമെങ്കിൽ ഉഹദ് പർവ്വതം അള്ളാഹു നമുക്ക് സ്വർണ്ണമായി തരുമായിരുന്നു. ഈ ദാരിദ്ര്യത്തെ ഞാൻ തെരഞ്ഞെടുത്തതാണ് പൊന്നുമോളെ എന്ന് സഫിയ റളിയല്ലാഹു അൻഹയോട് മനസ്സിൽ തറക്കുന്ന വാക്ക് പറയവേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഫിയ റളിയല്ലാഹു തആല പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹു നൽകിയ ഇതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തവതിയാണെന്ന് മഹാനായ മഹദിയായ ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് പ്രതികരിച്ച ഭാര്യ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു തആലയെ പോലെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പട്ടിണിയുടെ കാര്യം പറയുമ്പോ എനിക്ക് പ്രശ്നമില്ല മുത്തേ, എനിക്ക് നാളെ സ്വർഗത്തിൽ അങ്ങയുടെ ഭാര്യയായാൽ മതി എന്ന് പറഞ്ഞിട്ട് പട്ടിണി വന്നപ്പോ തന്റെ പട്ടിണി മറ്റൊരാളോട് പറയാതെ, പരിഭവം പറയാതെ വീടിന്റെ ഉള്ളിലെ ഈത്തപ്പന മരത്തിന്റെ ഓലയോട് ചേർന്നിരുന്ന ഭാര്യ യഥാർത്ഥത്തിൽ ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗ്യവതി ആയിഷ റളിയല്ലാഹു തആലയാണ്. കാരണം ആയിഷ ബീവിയുടെ വീടേത് വീടെന്നറിയോ? മാബൈന ബൈതി വ മിംബരി റൗളത്തും മിന റിയാദിൽ ജന്ന. എന്റെ വീടിന്റെയും എന്റെ ഖബറിന്റെയും ഇടയിലുള്ള സ്ഥലം ഭൂമിയിലെ സ്വർഗമാണെന്ന് പറഞ്ഞത് ആരുടെ വീടാണ്? പൊന്നുമോളെ ബൈതു ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടാണത്. ആ വീടൊരു അടയാളമായി മാറി. ഈ ഭൂമിയിൽ സ്വർഗത്തിന്റെ പരിമളമുള്ള 10,000-കണക്കിന് ആളുകളെ 2 റക്അത്ത് നിസ്കരിക്കാൻ കൊതിക്കുന്ന മദീനത്തെ പള്ളിയുടെ മിമ്പറിന്റെ ചുവട്ടിലുള്ള സ്ഥലത്തിന്റെ അതിർത്തി ആരുടെ വീടാ? ആയിഷ ബീവിയുടെ വീടാണത്. ആയിഷ ബീവിയുടെ വീടിന്റെയും ഖബറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിന്റെ പൂന്തോപ്പായി മാറുന്ന രീതി. കടിയോപങ്ങള് നമ്മുടെ വീടിന് 2 നില വീടാണ്, അത്യന്താധുനിക സൗകര്യങ്ങളുണ്ട്. പക്ഷേ സ്വർഗത്തിന്റെ ഒരു ശീതളിമയുണ്ടാവാ. ആ വീടിന്റെ അവസ്ഥ എന്തെന്ന് നിങ്ങൾക്കറിയോ? ഏത് വീടാണത്? ആദ്യമായി അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം മസ്ജിദ് നബവി വിശാലമാക്കാൻ തീരുമാനിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മദീനത്തെ പള്ളിയുടെ ചുറ്റുമാണ് പ്രവാചകന്റെ വീടുള്ളത്. ഖലീഫ അബ്ദുൽ മർവാൻ ബിൻ മലിക്കിന്റെ കാലഘട്ടത്തിൽ, മാലിക് അബ്ദുൽ മർവാന്റെ കാലഘട്ടത്തിൽ മദീനത്തെ പള്ളി വികസിപ്പിക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള അല്ലാഹുവിന്റെ റസൂലും ഭാര്യമാരെ കിടന്നുറങ്ങിയ വീട് പൊളിക്കാൻ തീരുമാനിച്ചു. മഹാനായ താബിയായ ഒരു മഹാനായ മനുഷ്യൻ പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ആ സമയത്താണ് ഞാൻ മദീനക്കാർ മുഴുവനും വാവിട്ട് നിലവിളിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂല് കിടന്നുറങ്ങിയ വീട് പൊളിക്കാനോ? മഹാനായ സഹാബത്ത് മുഴുവനും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കവേ ആ സഹാബികൾ പറഞ്ഞു, യാ വൈലത്താ, അല്ലാഹുവിന്റെ റസൂല് കിടന്നുറങ്ങിയ വീട് പൊളിക്കുകയോ? പള്ളി വലുതാക്കാൻ വേണ്ടി വീടുകൾ പൊളിച്ചപ്പോ മഹാനായ സഹാബിമാരെ രേഖപ്പെടുത്തുകയാണ്, ആ വീടുകളെങ്ങാനും പൊളിക്കാതിരുന്നുവെങ്കിൽ ഇന്നും മദീനയിലേക്ക് നമ്മൾ പോകുമ്പോ മസ്ജിദ് നബവിയുടെ ചുറ്റുഭാഗത്ത് ഈത്തപ്പന മരത്തിന്റെ ഓല ചാരി വെച്ച 10 മടം നീളമുള്ള 8 മടം വീതിയുള്ള ഈത്തപ്പന മരത്തിന്റെ ഓലത്തറയിൽ വിരിച്ചിരുന്ന ആ കുടിലുകൾ ഇന്ന് മുസ്ലിമീങ്ങൾക്ക് കാണാമായിരുന്നു. ആ വീടുകൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു തിരുത്തലായി മാറുമായിരുന്നു. പക്ഷേ ആ പള്ളി മുഴുവനും ആ വീട് പൊളിച്ചു കളഞ്ഞല്ലോ. മദീന മുഴുവനും വാവിട്ട് നിലവിളിച്ചത് എല്ലാ പട്ടിണിയും പ്രതിസന്ധിയും പ്രതിബന്ധങ്ങളും തരണം ചെയ്ത സഹാബത്തിന്റെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരുടെ വീടുകൾ പൊളിക്കപ്പെട്ടപ്പോഴാ എന്റെ പ്രിയപ്പെട്ട എന്റെ പ്രസംഗങ്ങൾ കാണെത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമയമേറെ പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്, നമ്മുടെ വീട്ടിൽ അല്ലാഹുവിന്റെ സമാധാനം വേണമോ? നമ്മുടെ വീട്ടിൽ അല്ലാഹുവിന്റെ സന്തോഷമുണ്ടാവണോ? എന്നാൽ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഏതെന്നറിയോ? അല്ലാഹു നമ്മുടെ വീടുകളെ കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ വീടുകളെ അല്ലാഹു നല്ല വീടുകളാക്കി നൽകുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനവരുടെ ഹദീസുകളെ മുഴുവനും വിശകലനം ചെയ്തുകൊണ്ട് മഹാന്മാര് നമ്മളോട് പറയുന്നുണ്ട്. അതിലാദ്യമുണ്ടാകേണ്ടത്, ഒരിക്കൽ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, മഹാനായ അമീറുൽ മുഅ്മിനീൻ, എന്റെ വീട്ടിൽ വല്ലാതെ മനപ്രയാസമാണ്. ഏത് കച്ചവടം ചെയ്താലും ഞാൻ രക്ഷപ്പെടുന്നില്ല. എന്റെ മനസ്സിൽ എന്റെ വീട്ടിൽ താമസിക്കുന്നവർക്ക് എപ്പോഴും മനസ്സമാധാനമില്ല എന്ന് മഹാനവറുകളോട് പാവരാതി പറഞ്ഞപ്പോ
പറഞ്ഞപ്പോ മാനവരുകൾ അദ്ദേഹത്തോട് ചോദിച്ചു പത്രേ, നീ പൊട്ടിയ പേന കൊണ്ട് എഴുതാറുണ്ടോ? ശ്രദ്ധിച്ച് കേൾക്കണം, നീ പൊട്ടിപ്പോയ പേന കൊണ്ട് എഴുതാറുണ്ടോ? ഇതൊക്കെ ചെയ്താൽ വീട്ടിൽ ചിലപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇല്ല, ഞാൻ എഴുതാറില്ല. എന്നാൽ നീ വാതിൽപ്പടിയിൽ ചാരിയിരിക്കാറുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഇരിക്കാറില്ല. മഹാനവറുകൾ വീണ്ടും ചോദിച്ചു, നീ സുബഹിക്ക് ശേഷം കിടന്ന് ഉറങ്ങാറുണ്ടോ? ഇല്ല, ഞാൻ അവിടെ ഉറങ്ങാറില്ല. അവസാനം ഓരോ കാര്യങ്ങളും ചോദിച്ചു കൊണ്ടിരിക്കവേ അയാൾ ഇല്ല ഇല്ല എന്ന് മറുപടി പറയുമ്പോ അവസാനം അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടോ? അയാൾ പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ എല്ലാ ദിവസവും എന്റെ വീട്ടിൽ എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാറില്ല. അതാണ് നിന്റെ വീട്ടിലുള്ളവർക്ക് മനപ്രയാസം ഉണ്ടാകാനുള്ള കാരണമെന്ത്? നിന്റെ മാതാപിതാക്കൾ വീടിന്റെ ഉള്ളിൽ ബുദ്ധിമുട്ടരുത്, അവർക്ക് മാനസിക പ്രയാസം വരുത്തരുത്, അവർക്ക് മാനസിക ക്ലേശം വരുത്തരുത്. അതുകൊണ്ട് ആദ്യമായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ മാതാപിതാക്കളുടെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കുക. നമ്മുടെ വീടിന്റെ തൂണ് നമ്മുടെ ഭാര്യ ആയതുപോലെ നമ്മുടെ വീടിന്റെ വെളിച്ചം നമ്മുടെ മാതാപിതാക്കളാണ്. അവരെ നിങ്ങൾ മനസ്സ് ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ